ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സിമ്പിൾ ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന പ്ലാസ്റ്റിക് കുപ്പി, ഈ കുപ്പി ഉപയോഗിച്ച് നമ്മളൊരു ഹാൻഡിക്രാഫ്റ്റ് ഐറ്റം ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ അൺലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഈ കുപ്പി ഇതുപോലെ കുപ്പി എടുത്തതിന് ശേഷം ഈ കുപ്പി ഇവിടെ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ ഈ സൈഡ് നമ്മൾ ഇപ്പോൾ ഏകദേശമൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ചെറിയതായിട്ടൊന്ന് മുറിച്ചൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയിട്ടില്ല, നമുക്ക് സാരമില്ല. നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചളുക്കി എടുക്കാം. നമുക്ക് എന്തെങ്കിലും ബലത്തിൽ ഉപയോഗിച്ചിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ചളുക്കി എടുക്കാം. ഇപ്പോൾ ഇതേപോലെ ചളുക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ നേരെ ഒന്ന് 2-3 പീസാക്കി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന കത്രികയാണ്. പഴയ കത്രിക യൂസ് ചെയ്യുക, കാരണം മൂർച്ചയുള്ള കത്രികയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൂർച്ചയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെയൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന് മോളി ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. നമുക്ക് അതേപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ എല്ലാ പീസുകളും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേക്ക് ഇനി ഇതുപോലത്തെ നൂല് നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. എല്ലാത്തിനും ഇതേപോലെ നൂല് ചുറ്റി കൊടുക്കണം. ഞാൻ ഇവിടെ 2 കളറാണ് എടുത്തേക്കുന്നത്. 2 ഒരു കളറും അതേപോലെ മറ്റേ 2 ഒരേ കളർ പോലെ ആ രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ നൂലിൻ്റെ ഈ ഒരു അറ്റം ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് നീട്ടിയിട്ടാണ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മൊത്തം ഒന്ന് ചുറ്റിയെടുക്കാം. ഇങ്ങനെ അത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. നമ്മളിങ്ങനെ എല്ലാം ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഈ ഒരു ക്രമത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ജസ്റ്റ് ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫുള്ള് ഏകദേശം ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് നടുക്ക് പൂവ് ആക്കി വെക്കണം, ഓസപ്പൂ പോലെ. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ച് എടുക്കുക. എടുത്തതിന് ശേഷം നമുക്കിന്ന് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പം നമുക്ക് ഇതൊന്ന് കത്രിക ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കാം. റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചേക്കുന്ന പോലെ തന്നെ വെട്ടിയെടുക്കാം. നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതാക്കി ഒന്ന് ചുറ്റിയെടുക്കണം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കാം. ഇത് ഫുള്ള് ചുറ്റിയെടുക്കണം. എന്നിട്ട് അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുവാണ്. അപ്പം 4 ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഏത് പശയായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഒട്ടിയിരുന്നാൽ മതി. ഒട്ടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമുക്കിതിന് 3 മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നോക്കാം. നമുക്കിനി ഈ സാധനം ഒന്ന് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ 4 സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണം നൂല് കൊണ്ട് തന്നെ. അതിന് അറ്റത്തൊന്ന് കയറ്റി കൊടുക്കണം. നൂലായിട്ട് കുറച്ച് നീട്ടിയിട്ടൊന്ന് കെട്ടി കൊടുക്കുക. നമുക്കത് കെട്ടാം. ഇതേപോലെയൊക്കെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആണിയെ തൂക്കാനുള്ള ഒരു ഹുക്കും കൂടി ആക്കിയെടുക്കണം. അത് നമ്മൾ നൂല് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് അതില്ല, ജസ്റ്റ് അങ്ങനെ ഒരു നൂലെടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കെട്ടി വെക്കുക. ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാണ്. അപ്പോൾ ഇതിവിടെ ലോക്കായി. പിന്നെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഭിത്തിയിലൊന്ന് തൂക്കണം. ഇടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇൻറ്റീരിയർ ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.